കണ്ണൻ്റെ ഓടക്കുഴൽ നാദവും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞ് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. സിക്സ് സെൻസിന് അപ്പുറത്തേക്ക്, അതായത് തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് എനർജി ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. കൈ വിറയ്ക്കാറുണ്ട്. ഇപ്പൊ ഈ 2023 വരെ എന്റെ കൃഷ്ണനാണ് സത്യമായിട്ട് പറയണ്, ഈ ഇവിടെ വന്ന അതായത് 99% ഇപ്പം മഴ കൺട്രോൾ ചെയ്ത്, അതായത് ഒറ്റ ദിവസം കൊണ്ട് മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവർ എനിക്കുണ്ട്. എന്റെ തലച്ചോറ് കൊള്ളയടിച്ചോണ്ടിരിക്കുക. അതായത് സഹജീവൻ സ്പെഷ്യൽ സ്കൂളിലെ ബ്രഹ്മനായകം, ബിനു, സിബി, അങ്ങനെ അതെ. അതായത് എനിക്ക് 8 ആക്സിഡന്റ് ഉണ്ടാക്കി. 8 ആക്സിഡന്റ് ഉണ്ടാക്കി. ഏത് നിമിഷവും ഞാൻ മരണപ്പെടും. മാത്രമല്ല എന്റെ ഫാമിലിക്ക് ഇട്ടിപ്പം പണിഞ്ഞ് 2 പേർക്ക് ഒറ്റയടിക്ക് ക്യാൻസർ വന്ന് അത് ഇവന്മാര് പണിഞ്ഞതാ. കാരണം എന്ന് വെച്ചാല് ഒരു 2 മാസം കൊണ്ടാണ്, 2 മാസം കൊണ്ട് ഇപ്പം 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ, ഒറ്റയടിക്ക് 2 പേർക്ക് ക്യാൻസർ. ഞാൻ പഠിപ്പിക്കാൻ പോണിടത്തൊക്കെ ക്യാൻസർ വ്യാപകമായ രീതിയിൽ ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം നേരത്തെ തന്നെ എനിക്കറിയാം ഈ ഇലക്ട്രോണിക് ഡിവൈസ് വെച്ച് ഇവര് ഡേറ്റ ചോർത്തുന്നതിന്റെ ഭാഗമായിട്ട് മെമ്മറിയിലേക്ക് വരുന്നതിന്റെ സൈഡ് എഫക്റ്റിലാണ് ഈ, അതായത് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു. ചുരുക്കി പറഞ്ഞ് പേടിച്ചാണ് ഇവിടെ കഴിയുന്നത്. 8 തവണ വണ്ടി കൊണ്ട് ഇടിക്കാൻ നോക്കി. വണ്ടി കൊണ്ട് ഇടിച്ചു കൊല്ലാൻ നോക്കുന്നത്. അതായത് എന്റെ ഡേറ്റ മാക്സിമം അവർക്ക് ചോർത്തിയെടുക്കുക പട്ടികള്. ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന വെച്ചാൽ ഇഷ്ടമാതിരി ടോർച്ചർ ചെയ്ത് സ്കൂൾ തലത്തിൽ എന്നെ ഇഷ്ടമാതിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ഞാൻ കേസ് കൊടുത്തതാ. ഈ അനുജ നല്ല പഠിക്കാനൊക്കെ പഠിക്കായിരുന്നു അല്ലേ? പഠിക്കാനൊക്കെ ഈ ബ്രെയിൻ അവന്മാര് ചോർത്തെടുത്തോണ്ടിരിക്കുക. അതായത് ഡിഫറെന്റ് ടാലന്റ് എന്ന് പറഞ്ഞാണ് എന്റെ ഡേറ്റാസ് മുഴുവനും ചോർത്തി. ഡിഫറെന്റ് ടാലന്റ് ഉള്ള ആളാണോ? അതെ. ഡാൻസ് ചെയ്യോ? ഡാൻസ് അല്ല സാർ, പിന്നെ എന്താ സാർ? സ്പിരിച്വലില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അവന്മാർക്ക് ആവശ്യമുണ്ട്. അത് അവന്മാർക്ക് ആവശ്യമുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് അതിന് യാതൊരു വാല്യൂ ഇല്ലാതാക്കുക എന്നതാ. വേണമെങ്കിൽ എന്നെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അതായത് സയന്റിഫിക് ആയിട്ട് നിങ്ങൾ ഏത് പരീക്ഷണം നിന്ന് കൊടുക്കാൻ തയ്യാറാണോ? അതായത് എന്റെ ഡേറ്റാസിന് എത്രമാത്രം മൂല്യമുണ്ട് എന്നത് നിങ്ങൾക്ക് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ അനുജയുടെ തലച്ചോറ് ഏതോ ഒരു കുറച്ച് പേര് പറഞ്ഞല്ലോ, അവർ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ശരീരത്തിൽ വേറെ വല്ലതും വരും? അതായത് ഈ നെഗറ്റീവ് എനർജി ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡി വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യോ? എങ്ങനെ വിറക്കി? കൈ വിറയ്ക്കാറുണ്ട്. നമ്മള് ഇന്ന് വിറച്ചായിരുന്നോ? ഇന്ന് വിറച്ചില്ല, ഇന്നലെ വിറച്ചായിരുന്നു. ഇന്നലെ വിറച്ചായിരുന്നു. വൈകുന്നേരം എത്ര മണിക്ക്? ഒരു 7:30, 8 മണിക്കകത്ത്. കുഞ്ഞിനെ ഉപയോഗിക്കാറുണ്ടോ? കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്. എന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും പ്രശ്നം. അതായത് നമ്മള് സാലറി വാങ്ങിച്ച് 5-ാം തീയതി സാലറി വാങ്ങിച്ചാൽ ഒരു 15-ാം തീയതി വാക്കിന് ആ സാലറി അസുഖം വന്ന് തീരും. പ്രൈവറ്റ് പാർട്ടാണ് അവർ പെയിനായിട്ട് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർക്ക് ബ്രസ്റ്റ് മറ്റേ ഹൈബ്രിഡ് പോലെയുള്ള മുഴകളും ഇതെല്ലാം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ ഇതിൻ്റെ 2015 ശേഷം ഞാൻ അനലൈസ് ചെയ്ത് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാര് എന്റെ ഡേറ്റ വില പഠിച്ച ഡേറ്റാസ് എല്ലാം ഇവന്മാര് ചോർത്തി. ഈ ഡേറ്റ വെച്ച് ഇവന്മാര് മറ്റുള്ളവരെ ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവരെ പ്രശസ്തരാക്കുക, അവരെ ഹൈപ്പ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മണ്ടന്മാരെ ആൾക്കാരെ പ്രശസ്തരാക്കുക. അതാണ് സംഭവം. നമ്മള് സ്പിരിച്വൽ ആയിട്ട് ദൈവീയമായിട്ട് ഹൈപ്പിൽ നിൽക്കുന്ന ആളാ. ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ നടക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. 2018 പ്രളയം ഉണ്ടായല്ലോ സാർ. അതിനുശേഷം നമ്മൾ വ്യാപകമായ രീതിയിൽ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞ്, കാലാവസ്ഥ പ്രവചകർ പറഞ്ഞ് ഒരാഴ്ച മഴ നിൽക്കും. അങ്ങനെ ഇവര് പറയണതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു? മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് അനുജയ്ക്ക്. എന്റെ കൊടുകായി അത് ഭയങ്കര സംഭവമല്ലോ. എനിക്ക് വിശ്വാസമായി. ഞാനെനിക്ക് വട്ടാണെന്ന് വിചാരിക്കരുത്. അത് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് പരിശോധനയ്ക്ക് അതിന് നമ്മൾ റെഡിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇങ്ങനെ പേമാരി വന്നു കഴിഞ്ഞാൽ അനുജ നോക്കി കഴിഞ്ഞാൽ നിൽക്കും. അതായത് തലച്ചോറിനകത്ത് നമ്മളിപ്പം സൂര്യൻ ഇല്ലെന്ന് വെച്ചോ, സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച്
സൂര്യനെ അവിടെ കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്. അനുജയ്ക്ക് പവർ ഉണ്ടെന്നല്ലേ പറയുന്നേ? ഇത് ഇവര് എന്താന്നറിയേ, ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പിരിച്വലി. ഈ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട്, കച്ചവടം ആക്കാനും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, അതായത് ചെയ്യണ തെറാപ്പിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സിക്സ് സെൻസിന് അപ്പുറത്തേക്ക്, അതായത് അല്ല തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്യാൻ, ആ മെമ്മറിയിൽ അത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ നിന്ന് തരാം. അനുജയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? മൂന്നാം കണ്ണ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതായത് നമ്മളിപ്പം കണ്ണടച്ചാലും ഈ സൂര്യന്റെ പ്രകാശം മെമ്മറിയിലേക്ക് വരും. അതായത് സാധാരണഗതിയിൽ ചെറിയ പ്രകാശമല്ലേ നമ്മൾ കണ്ണടച്ച് ചെറിയ ഇതേ കാണുള്ളൂ, സാധാരണ കോമൺ ഫാക്ട്. പക്ഷെ കണ്ണടച്ച ഈ ഫുൾ സ്ട്രെങ്തില് സൂര്യന്റെ പ്രകാശം നമ്മളെ മെമ്മറിയിലേക്ക് അകത്തേക്ക് വരും. സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. 100%. 16 വയസ്സ് തൊട്ട് ദൈവീയ ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം 2-3 കൊല്ലത്തിലൊക്കെ കണ്ടോണ്ടിരുന്ന ആളാ. ദർശനം അത് നാച്ചുറൽ സാധനം ബേസ് ചെയ്താണ് കണ്ടോണ്ടിരിക്കുന്നത്. അതായത് നാച്ചുറൽ, അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ കൃഷ്ണന് ഒരു കഥ പറഞ്ഞുതരാം. കഥയില്ല, നടന്ന കാര്യം. ഡെയിലി ഞങ്ങളെ വീട്ടിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ വഴിയാ. അപ്പം അതായത് ഞങ്ങൾ പാറയിൽ കൂടെ പോകുന്നു, അമ്മ കൂടെ ഉണ്ട്, പാറയുടെ സൈഡിൽ ഭയങ്കര ഒരു പ്രകാശം ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ്, അമ്മ അത് ചിലപ്പം നിധി എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പാറപ്പുറത്ത് വന്ന് നിന്നപ്പോഴ് പട എന്താ പറയണ ഇടിമിന്നൽ പട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, നല്ല ഇടിമിന്നൽ. അങ്ങനെ ഞാൻ പാറയിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പം കൃഷ്ണന്റെ ഓടക്കുഴൽ നാദവും കൃഷ്ണനെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. ഇല്ല, ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടതാ. കണ്ണന്റെ ഓടക്കുഴൽ നാദവും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞ് ഞാൻ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 2023 വരെ എന്റെ കൃഷ്ണനാണ് സത്യമായിട്ട് പറയണത്, ഈ ഇവിടെ വന്ന അതായത് 99% ഇപ്പം മഴ കൺട്രോൾ ചെയ്ത്, അതായത് ഒറ്റ ദിവസം കൊണ്ട് മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവർ എനിക്കുണ്ട്. അതായത് 2023 ലാസ്റ്റ് എൻഡ് വരെ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്ത്. പക്ഷേ 24ലേക്ക് ആയപ്പോഴേ എനിക്ക് കറക്റ്റ് മനസ്സിലായി, എന്റെ ഡേറ്റാസ് ചോർത്തി ഓരോരുത്തരും ഓരോ ദൈവങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. മറ്റുള്ള സ്ഥലങ്ങളിൽ മഴ നിർത്താൻ പറ്റുമോ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ കേരളത്തിലെ മഴ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 100% ആണ്. 2018, 2019 സമയങ്ങളിൽ വ്യാപകമായ രീതിയിൽ ന്യൂനമർദ്ദം വരുമെന്ന് പറഞ്ഞ്, അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ന്യൂനമർദ്ദം സ്റ്റോപ്പായി. സ്റ്റോപ്പ് ആക്കിയത് തന്നെയാണ് എന്റെ ഹാർഡ് വർക്കിംഗ്, എന്റെ ദൈവീയ സ്ഥിതി. ഒരു കാര്യം ഇല്ലാതെ ഒരാൾ ഡേറ്റ് എടുക്കൂലല്ലോ. ആ സാറ് ബ്രഹ്മ സാർ എന്നോട് പറഞ്ഞെന്തായിരുന്നു അറിയാം, താൻ ചിന്തിക്കും പോലെ ചിന്തിച്ചാൽ മതി, താൻ ഇരിക്കും പോലെ ഇരുന്നാൽ മതി, താൻ ചെയ്യണ കാര്യം മാത്രം എനിക്ക് എടുത്താൽ മതി. അന്ന് അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഓക്കൽ കോഡ് വഴി തലച്ചോറിൽ സംസാരം കേൾപ്പിച്ചിട്ട് അതാണ് ഞാൻ സംസാരിക്കണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പണിഞ്ഞുകൊണ്ടിരിക്കണം. പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ വരുമ്പോഴേ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ വന്നിട്ട് പോലും പരിഹാരം ഉണ്ടായില്ല. പക്ഷെ വനിതാ കമ്മീഷനിൽ അവർ എഴുതി വെച്ച് ഇനി എന്നെ കൊണ്ട് ഡേറ്റ് ചെയ്യും, എന്നെ വെച്ച് ചോർത്തു. നമ്മൾ സംസാരിക്കുന്ന ആരോ കണ്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ ധൈര്യത്തിൽ വീട്ടിൽ പോകും? കാരണം എനിക്ക് പുറത്തു വിട്ടില്ലേ? ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പേടിക്കാന്നല്ല, ദൈവം ഉണ്ടല്ലോ സാർ കൂടെ. അപ്പൊ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നെങ്ങനായിരുന്നു? 2 വീലറിൽ. അപ്പൊ ഇനി വളരെ സൂക്ഷിച്ചു പോകണ്ടേ? ഇതുവരെയ്ക്കും ഞാൻ പബ്ലിക്കായിട്ടോ അല്ലാതെയോ ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ആരാണെന്നും എൻ്റെ ഫാമിലിക്ക് ഇട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കണ എന്നെ കിട്ടാത്തതിൻ്റെ പേരിൽ ആരാണെന്നും നല്ലവണ്ണം അറിയാം. അപ്പോൾ ഇവിടുത്തെ നീതി, ന്യായം, കോടതി, പോലീസ് ഇവരെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നത് നന്ദിയായിരിക്കും.